Hi all, welcome to the next video of Bright to Success. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓൾറെഡി മറ്റന്നാളത്തെ അക്കൗണ്ടൻസി എക്സാമിന് വേണ്ടിയിട്ട് നാളെ ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് പഠിക്കാനുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാൻ നമ്മുടെ AFSRയുടെ പഠിക്കാനുള്ളതോ അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങോ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഇനി AFS ആവട്ടെ CA ആവട്ടെ ഫുൾ പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ടൈം ടേബിൾ. നാളെ 5 മണിക്ക് നമ്മൾ എഴുന്നേറ്റുകൊണ്ട് രാത്രി 11:30 ആകുമ്പോഴത്തേക്കും ഫുൾ പോർഷൻ തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ചാനൽ ആദ്യമേ കാണുന്നവരാണെന്നുണ്ടെങ്കിലിട്ട് ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരും കൂടിയിട്ട് ടൈം ടേബിൾ വെച്ചിട്ട് പെട്ടെന്ന് പഠിച്ച് തീർക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നാളെ ഒരു ദിവസം കൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് ആക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ ഉറപ്പായിട്ട് ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്താൽ ഫുൾ പോർഷൻസ് നല്ലതുപോലെ കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. മാക്സിമം ഈ ഒരു ദിവസം ഇപ്പം നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് എക്സാം കഴിഞ്ഞിട്ട് ഫോണൊക്കെ നോക്കിയിട്ട് ഇരിക്കുവാണല്ലോ അപ്പോൾ ഈ ഒരു സമയം മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ തിയറി പോർഷൻസ് എങ്കിലും ഒക്കെ ഈ ഒരു സമയം കൊണ്ടിട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം നമുക്ക് നാളെ ഒരുപാട് പ്രോബ്ലംസും AFSും CA ഒക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു സമയം കൊണ്ട് തിയറി പോർഷനെങ്കിലും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോർമൽ നോക്കാം. നമ്മുടെ നോർമൽ അക്കൗണ്ടൻസിയിൽ നാളെ 5 മണിക്കാണ് നമ്മൾ എഴുന്നേൽക്കേണ്ടത്. 5 മണിക്ക് എഴുന്നേറ്റ് 9 മണി വരെ. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ 2 ആണല്ലോ. ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റഡ് പോർഷനാണ്. സെക്കൻഡ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ 5 മണി to 9 മണി വരെ പഠിച്ച് തീർക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമുക്ക് എത്ര മണിക്കൂറുണ്ട്? 6, 7, 8, 9 4 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതിൽ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിക്കണം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പഠിക്കണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആൻഡ് ഗുഡ് വിൽ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും പ്രോബ്ലം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, വേഗം പോയിട്ട് പഠിക്കാം. 5 മണിക്കും അതുപോലെ തന്നെ 9 മണിക്കും ഇടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കണം. പിന്നെ വരുന്നതാണ് നമുക്ക് 9 മണി മുതൽ 9:30 വരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് ഫ്രീ ആവുക. ആ ടൈമിൽ ഇടയ്ക്ക് പോയിട്ട് ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ വേറെ ഫോണിൽ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പോകരുത്. മാക്സിമം കഴിച്ചിട്ട് നേരെ വന്നിട്ട് പഠിക്കാനായിട്ടിരിക്കുക. അപ്പോൾ 9:30 മുതൽ 11:30 വരെ അഡ്മിഷൻ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 8 മാർക്ക് റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ വരുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്റർ നല്ലപോലെ പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 11:30 മുതൽ 1 മണി വരെ. ഓക്കെ, റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് 1 മണി മുതൽ 2 മണി വരെ നമുക്ക് ബ്രേക്കാണ്. ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ചോറ് കഴിക്കാനും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാനായിട്ടുള്ളൊരു ബ്രേക്കാണ് വരുന്നത്. പിന്നെ 2 മണി മുതൽ 3:30 വരെ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ്. അത് നമുക്ക് പെട്ടെന്ന് തീരുമല്ലോ, ഡിസൊല്യൂഷൻ ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്. പിന്നെ കുറച്ച് തിയറി പോർഷൻസുമാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അതുകൊണ്ട് ആ ചാപ്റ്റർ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. പിന്നെ 3:30 മുതൽ 5 മണി വരെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ. ഓക്കെ, 40 മാർക്കിനാണല്ലോ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റാണോ, ഇനി ഈ ഒരു പോർഷനിൽ നിന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് തെറ്റും എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് വേണം നമ്മൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാനായിട്ട്, അനലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം 5 മണി മുതൽ 6:30 വരെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്കൊക്കെ അടച്ച് വെച്ച് AFS ആണെങ്കിൽ AFS, CA ആണെങ്കിൽ CA. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 മണി മുതൽ 6:30 വരെ കമ്പനി അക്കൗണ്ട്സും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സും ഈ 2 ചാപ്റ്റേഴ്സാണ് നിങ്ങൾ ഈ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഈ 2 ചാപ്റ്റേഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, കമ്പനി അക്കൗണ്ട്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഡിബഞ്ചറും വലിയ കുഴപ്പമില്ലാത്തൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഈ 2 ചാപ്റ്റർ നമുക്ക് ഈ 1.5 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആക്കാം. ഇനി AFS ആരുടെ കാര്യമാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇത് AFS ആരുടെ കാര്യമാണ്. CA ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റവും അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ് നമുക്ക് ഈ ഒരു സമയം ധാരാളമാണ്. CA-കാരെ സംബന്ധിച്ച് 1.5 മണിക്കൂർ ധാരാളമാണ് ഈ 2 ചാപ്റ്റേഴ്സ് പഠിക്കുക. 2 വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഇത്, ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ്. നെക്സ്റ്റ് 7 മണി മുതൽ 6:30 മുതൽ 7 മണി വരെ ബ്രേക്കാണ്.
ദെൻ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ് 7 മണി മുതൽ 8 മണി വരെ നമ്മൾ ചെയ്യേണ്ടത് അനാലിസിസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ റേഷ്യോ അനാലിസിസും ഈ 2 ചാപ്റ്റേഴ്സും പഠിക്കണം. ഓക്കെ, ഇത് വളരെ കുറച്ച് ടഫാണ്, വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്റേഴ്സാണ്. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് പഠിച്ച് തീരാം. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ, വലിയ പ്രശ്നമില്ല. കാരണം നമ്മൾ എന്താണ് പഠിക്കണം എന്ന് പറഞ്ഞ് 1 മണിക്കൂർ ഇരുന്നാൽ നമുക്ക് ആ 2 ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ ഇരുന്നാൽ പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് നമുക്ക് സി ആണെന്നുണ്ടെങ്കിൽ എന്താണ് യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റും ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സും. യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റും ഗ്രാഫ്സ് ഈ 2 ചാപ്റ്റേഴ്സും വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഇതിൽ കുറച്ച് ടഫ് വരുന്നത് യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് മാത്രമായിരിക്കും കുറച്ചെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ് ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ദെൻ നെക്സ്റ്റ് 8 മണി മുതൽ 9 മണി വരെ നമ്മൾ ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കുറച്ച് ടഫായിട്ട് വരുന്നതാണല്ലേ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ആ ഒരു പോർഷൻ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് 8 മണി മുതൽ 9 മണി വരെ പഠിക്കാനായിട്ട്. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ജിനുക്കാത്തയും അതുപോലെ തന്നെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വേണം പഠിക്കാൻ. 1 മണിക്കൂറാണ് കാരണം നമുക്ക് ജിനുക്കാത്തിലൊക്കെ കൂടുതലും പ്രാക്ടിക്കലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ടില്ല. അതുകൊണ്ട് എന്താണ് നമുക്ക് ഈ 1 മണിക്കൂർ 2 ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ധാരാളമാണ്. ദെൻ നെക്സ്റ്റ് 9:30 മുതൽ 10:30 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വേണം പഠിക്കാൻ AFSR. പിന്നെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുക, ഇത്രയും പഠിച്ച കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ദെൻ 10:30 മുതൽ 11:30 വരെ നിങ്ങൾ ഇന്ന് രാവിലെ 5 മണിക്ക് എണീറ്റാണല്ലോ, ചുമ്മാ എണീറ്റതല്ല, കാരണം കാര്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എണീറ്റാണ്. അപ്പോൾ ഈ പഠിച്ചതൊക്കെ പഠിച്ചതൊക്കെ എന്തൊക്കെയാണ് പഠിച്ചത്, അതുപോലെ തന്നെ എനിക്കിതൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യുക, ഈ ഒരു സമയത്ത് അനലൈസ് ചെയ്യുക. ആദ്യം മുതൽ നമ്മൾ 5 മണിക്ക് എണീറ്റ് എന്താണോ പഠിച്ച് തുടങ്ങിയത് അവിടെ മുതൽ ബാക്കിലോട്ട് അനലൈസ് ചെയ്യുക. 1 മണിക്കൂർ കൊണ്ട് ജസ്റ്റ് ഒരു സ്പീഡായിട്ട് 1 മണിക്കൂർ കൊണ്ട് എന്തൊക്കെ നോക്കാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മറന്നു പോകുന്നു, നിങ്ങൾ എത്ര പഠിച്ചിട്ടും മറന്നു പോകുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റഡി പ്ലാൻ ഇതേപോലെ ഈ ഒരു കറക്റ്റ് ടൈം വെച്ചിട്ട് ഫോളോ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാ പോർഷൻസും നാളെ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടൻസി ഒരുപാട് പേർക്ക് ടഫാണെന്നറിയാം. ഏകദേശമുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ജസ്റ്റ് ചെക്ക് ചെയ്യുക. +2 അക്കൗണ്ടൻസി എന്ന് ഹെഡിങ് വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു നോക്കുക. എല്ലാം നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസ് തന്നെയാണ്. താങ്ക് യു ഓൾ.